1000 ആളുകളുണ്ട്. 1000 ആളുകളുടെ അടുത്ത് ഓരോ പസിലുണ്ട്, പസിലിൽ ഓരോ പീസുകളുണ്ട്. ഞാനിതിൽ എവിടെ എൻ്റെ പീസ് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഒരു ലീഡർ നിന്നിട്ട് നമുക്ക് ഈ പസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പിക്ചർ, ആ പിക്ചർ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ മുമ്പിൽ ഉണ്ടാവേണ്ട സാധനം എന്ന് നമുക്ക് കാണിച്ചു തന്നാൽ ഓരോരുത്തർക്കും ഓക്കെ ഞാൻ അതിലെവിടെയാണ്, എൻ്റെ പൊസിഷൻ എന്താണ്, എൻ്റെ പ്ലേസ് എന്താണെന്ന് നമുക്ക് തിരിയും. 2 രീതിയിലും ലീഡേഴ്സ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ലീഡറായിട്ട് ജനിക്കും, അതല്ലെങ്കിൽ അദ്ദേഹം അയാൾക്ക് ലീഡറായി മാറാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, റസൂല് ചെറുപ്പം മുതലേ ലീഡറാണോ അതോ വഹി ഇറങ്ങിയതിന് ശേഷമാണോ റസൂൽ അങ്ങനെ ഒരു പരിവേഷത്തിലേക്ക് ലീഡർഷിപ്പ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത്? പൊതുവേ നമ്മളുള്ളിലുള്ള ഒരു ഫാലസ്, പല സംഭവങ്ങളും ലോകത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാരെ കാണുമ്പോൾ എപ്പോഴാണ് ഒരു ലീഡർ ഉണ്ടാവുക, എപ്പോഴാണ് ഒരാൾ ഉയർത്തി വരിക, ഒരു ഹീറോ എപ്പോഴാണ് വരിക എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കൂലേ? അയിന സലാഹുദ്ദീൻ നമ്മളിങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമ്മളാണ് ആ ഹീറോ ആവേണ്ടത്. എനിക്കെന്താ ലീഡർഷിപ്പ് പറഞ്ഞാല്? ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് വീട്ടിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വിചാരിച്ചോ, വീട്ടിലിപ്പോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സാധനം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പരിപാടി ഇപ്പൊ വീട്ടിൽ ഹദീസ് ക്ലാസ് എന്ന് എടുക്കണം, അത് ഞാനാണ് റൺ ചെയ്യുന്നത്. എല്ലാത്തിലും ആ ഒരു ആസ്പെക്ട് കാണാൻ ശ്രമിക്കണം. ലീഡർഷിപ്പ് അങ്ങനെ ആലോചിക്കലേക്ക് ആളുകളുടെ ഇടയിലേക്ക് വാ. സ്റ്റുഡൻറ് ലീഡർ ആയ സമയത്ത് എന്താണ് എപ്പോഴും ഉണ്ടാകുന്ന ആ പേടിയും സ്ട്രെസ്സുമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഞാൻ ലീഡറായ ഒരു കൊല്ലം മൊത്തം എനിക്ക് ഭയങ്കര ഡ്രെയിനിങ് ആയിട്ടാണ് ഫീൽ ചെയ്ത്. ഒരു കൊല്ലം മൊത്തം എൻ്റെ പഠനം, എൻ്റെ വായന അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാൻ ഇപ്പോൾ എപ്പോഴും എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക പല നിലക്കും ഉപകാരപ്പെട്ടിക്കണ്. പക്ഷെ എനിക്കെപ്പോഴും ഭയങ്കര ഡ്രെയിനിങ് ആണ്. എപ്പോഴും എനിക്ക് അതിൽ ഭയങ്കര എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ. അപ്പോൾ എനിക്കെപ്പോഴും ഈ ഒരു ചോദ്യം എപ്പോഴും മൈൻഡിലുണ്ടാവുക. ഓക്കെ, നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് വൃത്തിക്ക് പഠിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് റിയലി ലീഡർഷിപ്പ്? അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഒരു ഇത് കേട്ടിരുന്നു, ഒരു ടെഡ് ടോക്ക്. അപ്പോൾ അതിൽ മാറ്റ് ബീറ്റൻ എന്നുള്ള ആളാണ്. മൂപ്പരിങ്ങനെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം ലീഡേഴ്സ് ആവുന്ന 80% ആളുകളും, മൂപ്പരുടെ ഒരു സ്റ്റഡി വെച്ചിട്ട് പറയുകയാണ്, 80% ആളുകളും അവരുടെ നേതൃത്വത്തിൽ എപ്പോഴും ആ ഒരു ലെവലുണ്ടല്ലോ അതിൻ്റെ ഗ്രാഫ് എപ്പോഴും അതിൻ്റെ അടിയിലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താ ലീഡേഴ്സ് ആവുന്ന ആളുകളിൽ 70% ലീഡേഴ്സ് പറഞ്ഞാൽ എന്ത് നിൽക്കും. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ലീഡർ ആവട്ടെ, ഒരു ബിസിനസ്സിൽ അവിടെ ലീഡർ ആവട്ടെ, മാനേജർ എന്തും ആവട്ടെ, പിന്നെ കുടുംബത്തിലാവട്ടെ, അങ്ങനെ എല്ലാ ആസ്പെക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ 70% ആളുകൾക്കും അതുകൊണ്ട് സ്ട്രെസ്സാണ് ഉണ്ടാവൽ, കൂടുതലും പ്രയാസം ഉണ്ടാവൽ എന്നുള്ളൊരു സാധനം അങ്ങനെ കണ്ടിരുന്നു. അപ്പം അപ്പോഴാണ് ഓക്കെ എനിക്ക് റിലേറ്റഡ് ഞാനൊരു സിമിലർ കേസിലൂടെ എൻ്റെ ഒരു ഓർമ്മയിലുണ്ടായിരുന്ന ഒരു ചെറിയ കാലം മുന്നോട്ട് പോയി. അതിനുശേഷം എനിക്ക് എപ്പോഴും വെറുപ്പായി എങ്ങനെയെങ്കിലും അതിന് എടുത്ത് ചാടുക. എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എന്തിപ്പോൾ ഇമേജ് ഡിഗ്നിറ്റി ഒക്കെ പോയിക്കോട്ടെ, എങ്ങനെയെന്ന് അതിന് ഇറങ്ങി തിരിക്കുക എന്നുള്ള കോലത്തിലായി എനിക്ക് ലീഡർഷിപ്പ്. അപ്പോൾ എനിക്ക് ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഇന്ന് കൂടുതൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഐഡിയ അതിലെന്താണ് ലീഡർഷിപ്പിനെ കുറിച്ച്? നമ്മളെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഒരു ലീഡർഷിപ്പ് എന്നുള്ളൊരു ടോപ്പിക്ക് ഇതിൽ നമ്മൾ കുറച്ച് ആളുകളെ കവർ ചെയ്യുക എന്നുള്ളതായിരിക്കില്ല. പൊതുവെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ട്രേഡ്സ് പല സീരീസുകളുണ്ട് യൂട്യൂബിലൊക്കെ, അത് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ പലതും ചിലപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഓരോ എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി എണ്ണപ്പെട്ട 30 ലീഡേഴ്സിനെ എണ്ണിയിട്ടുള്ള സീരീസുകളുണ്ട്. അതിങ്ങനെ ഓരോരുടെ ജീവിതം പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന സീരീസുകളുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഒരു മിക്സ്ചർ ആയിരിക്കും. അത് നമ്മൾ ഇൻ്റർവ്യൂസ് ഉണ്ടാവും, നമുക്ക് പറ്റുന്ന രീതിയിൽ എത്തപ്പെടാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പോയി ഇൻ്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കും. ഇതിൽ ഈ പറഞ്ഞ ലീഡേഴ്സിനെ നമ്മൾ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സജഷൻസ് വരുന്നതൊക്കെ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവർ ഒന്നും കൂടി ഒരു വിശാലമായിട്ടുള്ളൊരു ലീഡർഷിപ്പിനെ നമുക്കും പഠിക്കാനുള്ളൊരു തരത്തിലുള്ള നമ്മളിപ്പോൾ ഞാൻ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്ന കുറേ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എല്ലാവരും ചിലപ്പോൾ ലീഡറായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരു നമ്മുടെ മനസ്സിലിപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കിയ ലീഡർ എന്ന് പറയുമ്പോൾ എന്താണ് ഏതെങ്കിലും സംഘടന അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ അപ്പുറം എന്നാൽ വ്യക്തിപരമായിട്ട് നമുക്ക് ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റീസ് ഏതൊക്കെയാണ്. താരിഖ് സുബൈദാൻ പറയുന്ന ഒരു ഡെഫിനേഷൻ അല്ലേ ലീഡർഷിപ്പിന്? ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു അച്ചീവ് ദ ഗോൾ. ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു മൂവ് പീപ്പിൾ ടുവേർഡ്സ് ദ ഗോൾസ്. കുറേ ഡെഫിനേഷൻ ഉണ്ട്. ഞാൻ രസം എന്താ വെച്ചാൽ ഈ ടെഡ്സിലൊക്കെ കുറേ ടോക്കുകളുണ്ട് ലീഡർഷിപ്പിനെ കുറിച്ച്. ഇതാണ് ലീഡർഷിപ്പിൻ്റെ 3 ഗുണങ്ങൾ, ലീഡർഷിപ്പ് ഇതാണ്, ലീഡർഷിപ്പ് അതാണ്. കുറേ ആൾക്കാർ പല നിലക്ക് അതിനെ മനസ്സിലാക്കുന്നത്. താരിഖ് സുബൈദാൻ പറയുന്ന ഒരു ഐഡിയ അതാണ്. അപ്പോൾ ലീഡർഷിപ്പ് ആസ് ഇങ്ങനെ അതായത് നേതാക്കന്മാർ അങ്ങനെ ഒരു സെൻസിലല്ല, പക്ഷെ ഒരു ക്വാളിറ്റി, സ്കില്ല്, എബിലിറ്റി എന്നുള്ള നിലക്കൊക്കെ ഇതിനെ മനസ്സിലാക്കി എങ്ങനെ കൊണ്ടുവന്നത്. അതായത് ബേസിക്കലി ലോകം മുന്നോട്ട് ചലിക്കണമെങ്കിൽ അതിന് ലീഡർഷിപ്പ് അനിവാര്യമാണ്. അതായത് വേൾഡിൻ്റെ അഡ്വാൻസ്മെൻറ്റിന് ലീഡർഷിപ്പ് ഏറ്റവും അനിവാര്യമാണ്.
അപ്പോൾ അതൊരു ഫണ്ടമെൻ്റൽ സാധനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായിട്ട് നമുക്ക് ലീഡർഷിപ്പിനെ കാണാം. അപ്പോൾ അത് ചിലപ്പം നമ്മളൊരു പൊസിഷൻ എന്ന അർത്ഥത്തിൽ മിലിറ്ററിയിൽ ആവശ്യമാണ്. നമ്മൾ പൊതുവേ മിലിറ്ററി ലീഡർഷിപ്പ് എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനെ തലത്തിലാണ് കാണുക. ലീഡർഷിപ്പ് എന്ന് മൈൻഡിൽ വരിക രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അതല്ല. ചിലപ്പോൾ മീഡിയയിൽ ലീഡർഷിപ്പ് ഭയങ്കര പ്രധാനമായിരിക്കും. ഇന്നത്തെ കാലത്ത് മീഡിയയിൽ ഒരാൾ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലീഡർഷിപ്പാണ്. കമ്പനികൾ ബിസിനസ് റൺ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ലീഡർഷിപ്പാണ്. അപ്പോൾ ഇതിലൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ലീഡർ ഉണ്ടാവുക എന്നുള്ളതാണ് ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, അതിൽ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ താരിഖ് സുൽത്താൻ പറയുന്നത് 2 രീതിയിലും ലീഡേഴ്സ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ലീഡറായിട്ട് ജനിക്കും, അതല്ലെങ്കിൽ അയാൾക്ക് ലീഡറായി മാറാം. പൊതുവേ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫാലസി നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പല സംഭവങ്ങളും ലോകത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാരെ കാണുമ്പോൾ എപ്പോഴാണ് ഒരു ലീഡർ ഉണ്ടാവുക, എപ്പോഴാണ് ഒരാൾ ഉയർത്തി വരിക, ഒരു ഹീറോ എപ്പോഴാണ് വരിക എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കൂലേ. ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറയണമെന്ന് തോന്നുന്നുണ്ട്, ഐന സലാഹുദ്ദീൻ നമ്മളിങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം മൂപ്പര് താരിഖ് സുൽത്താൻ പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് ആ ഹീറോ ആവേണ്ടത്. നമ്മൾ ആ ഒരാളെ കാത്തിക്കുന്നതിന് പകരം ഓക്കെ പടച്ചോന് ജനിക്കുമ്പോൾ തന്നെ ഈ കഴിവ് കൊടുത്തിട്ട് ജനിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇതാണ് ബോണാണോ അക്വേർഡാണോ ഈ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് നബി പറയുന്നുണ്ട് ലഖദ് കാന ലഖലീഖുൻ ലിൽ ഇമാറ. അതായത് അദ്ദേഹം ജനിക്കുന്നത് ഇമാറത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കഴിവ് ജന്മനാ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനും ഇതുണ്ട് എന്ന് നബി നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജന്മനാ കിട്ടുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ കഴിവ് ചെറുപ്പത്തിലേ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് അക്വയർ ചെയ്യാൻ പറ്റും. അത് അക്വയർ ചെയ്ത ആളുകൾ കൂടുതൽ മുൻപോട്ട് വരണം. മൂപ്പര് പറയുന്നത് ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുത്തിട്ടാണെങ്കിൽ, അങ്ങനെ ഇത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടെങ്കിൽ ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് ഒരുപാട് ആളുകളിലേക്ക് കടന്നു വരണം. ചില ആൾക്കാർ ഇങ്ങനെ ലീഡറിൽ എത്തിക്കുന്ന വെച്ചാൽ സാഹചര്യങ്ങളാണ്. ഇപ്പം എന്താണ് അല്ലെങ്കിൽ ഒരു ഉമ്മത്ത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ലീഡറിന് ആവശ്യമുള്ള ഒരു സമയമായിരിക്കും. അന്നേരമാണ് ചിലപ്പം ആൾ ചിലപ്പോൾ ഇൻബോൺ ആയിട്ട് ലീഡർ ആയിക്കൊള്ളണമെന്നില്ല. ആ സാഹചര്യം അയാൾ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കും. താരിഖ് സുവൈദാൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ മൂപ്പർ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിൽ എല്ലാവരും മാറണമെന്നില്ല. ഒരു 3%, അതായത് 1,00,000 ആളുണ്ടെങ്കിൽ അതിൻ്റെ 3% ആളുകൾ മാറിയാൽ മതി സൊസൈറ്റി മൊത്തത്തിലും. ആ 3% ആരായിരിക്കും? ഈ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ മാറ്റണമെങ്കിൽ എന്താണ്, ആ കപ്പാസിറ്റി ഉള്ള ആളുകളെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിനെക്കുറിച്ച് പഠിച്ച ഈ റിസർച്ച് നടത്തുന്നവരൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ട്. ഇപ്പോൾ ഈ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരോട് നമ്മൾ ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉദാഹരണത്തിന് ഇവരോടൊക്കെ നമ്മൾ ഏത് ലെവലിലാണ് നിങ്ങൾ ലീഡർഷിപ്പിന് ഏറ്റവും നല്ല രീതിയിൽ കാണുന്നത് വെച്ചാൽ അവരുടെ ഏറ്റവും പ്രയാസങ്ങളിലായിരിക്കും അവർ ഉദിച്ചു വന്നിട്ടുണ്ടാവുക. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങളിലായിരിക്കും ആ ലീഡർഷിപ്പിനെ അവർ കണ്ടെത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിനെ മോൾഡ് ചെയ്തത് ആ പ്രയാസങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് മാത്രമാണ് ആ ലീഡർഷിപ്പ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു സുഖത്തിൽ ജീവിക്കുന്ന ഒരാൾ ലീഡറായി വരും എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നൊരു സംഗതി ഉണ്ട്, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു. ക്ഷമ ഭയങ്കര പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് ഭയങ്കര എക്സാമ്പിളുകൾ ഇന്ന് തന്നെ ലോകത്തുണ്ട്. അപ്പോൾ ഈ ക്ഷമ അവലംബിച്ച് നിരന്തരം നമ്മൾ പണിയെടുത്ത് കുഴങ്ങി പിന്നെയും പണിയെടുത്ത് അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ലീഡർഷിപ്പിലേക്ക് നമുക്ക് ആപ്റ്റായി മാറുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം നമ്മളെ മുമ്പിലുണ്ട്. ഇതിലേ നമ്മൾ ഇത് പഠിച്ചു തുടങ്ങണല്ലോ. അതായത് ഇത് കുറച്ചുകൂടി എനിക്ക് മനസ്സിലായ സാധനം, ഈ വിഷയം നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു എപ്പിസോഡ് പോലെ ചെയ്യാൻ പറ്റില്ല, നീതിയാവില്ല. വാസ്റ്റ് വിഷയമാണ്. നമുക്ക് എന്താണ് പെട്ടെന്ന് നമ്മളൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇരുന്ന് പഠിച്ച് തീരുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ ഇതിൽ എനിക്ക് ഇതാണ് ഫീൽ ചെയ്ത സാധനം. ഞാനിതിൽ കുറച്ചും കൂടിയും ഇതിൽ വന്ന ക്ലാസിക് ബുക്ക് ഞാൻ റെഫർ ചെയ്ത ഭാഗങ്ങൾ പറയാം. ഞാൻ നിക്കോളോ മാക്കിയോലിൻ്റെ പ്രിൻസറിൻ്റെ പുസ്തകമുണ്ട്. അത് കുറച്ചുകൂടി ക്ലാസിക്കാണ്, ഒരു 14-15 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടാണ്. പിന്നെ ഇതിൽ ക്ലാസിക്കായിട്ട് 1987 വന്ന ഒരു പുസ്തകമുണ്ട്, ഇത് ലീഡർഷിപ്പ് ചലഞ്ച്. അങ്ങനെ കുറച്ചും കൂടി വല്ലാഹ് ഹൻഫർ, താരിഖ് സുവൈദാൻ അങ്ങനെ റെഫറൻസ് എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ ഒന്നും കൂടി ഇത് എങ്ങനെ ഞാൻ ഈ ഒരു പ്രോസസ്സിൽ ഈ ടൈം പീരീഡിൽ ഞാൻ എന്നെക്കുറിച്ച് കുറേ ആലോചിച്ച് നോക്കി. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിതുവരെ എത്തിയൊരു പൊസിഷൻ എന്താണ്, നമ്മളിതുവരെ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഇത് എത്രത്തോളം റിഫ്ലക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ചെറുപ്പത്തിലൊക്കെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ലീഡറാകുന്ന കാര്യം പോട്ടെ, പക്ഷെ എനിക്ക് ലീഡേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇത് ഭയങ്കര താല്പര്യം. അതായത് ഒരാൾ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ മുലാഖാത്ത് ഉണ്ടാവുകയാണല്ലോ. ഈ മുലാഖാത്തിന് നമ്മൾ ഈ പോകുന്ന സമയത്ത് നമ്മളൊരു സീനിയർ നമ്മോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു ലീഡർ അന്ധമായിട്ട് പിൻപറ്റരുത്. വളരെ ചെറുപ്പത്തിൽ 5-8 ഹിഫ്ള് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട്. ലിറ്ററലി കാണാതെ പഠിച്ചിട്ട്
നേതാവിൻ്റെ മുമ്പ് പോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുമല്ലോ എന്താ പറഞ്ഞ് അന്തമായി നമ്മളൊരു ലീഡറിനെ അന്ധമായിട്ട് പിൻപറ്റരുത്. ഉദാഹരണം പറഞ്ഞു എന്നോട്, എനിക്ക് ആ സീനിയറുടെ പേരൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ എന്നോട് പറഞ്ഞു നമ്മളൊരു ഒരു നേതാവിൻ്റെ പിറകെ ഒരു പാലം മുറിച്ച് കിടക്കുമ്പോൾ നേതാവ് എടുത്ത് കുഴിയിലേക്ക് ചാടിയാൽ നമ്മൾ ചാടരുത്. എന്നാൽ ഉദാഹരണം എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ സംസാരിക്കേണ്ട, അതിനോട് പറഞ്ഞൊരു കാര്യം. അപ്പോൾ നമ്മളെടുത്ത് ചാടരുത്, അന്ധമായി നമ്മൾ പിൻപറ്റരുത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ചെറുപ്പം മുതലേ എനിക്ക് പ്രസംഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൽ ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അതിൽ വീണു പോവും, പ്രസംഗങ്ങളിൽ വീണും. നല്ല സംസാരിക്കാൻ അറിയുന്ന ആളുകളെ അതിലിങ്ങനെ കേട്ടിരുന്നു പോവും. അതേപോലെ നല്ല നേതാക്കന്മാരുടെ സംസാരങ്ങൾ ഇങ്ങനെ എടുത്ത് ഒരു ലീഡേഴ്സിനോടൊരു പരിവേഷം ഉണ്ട്. അത് ഇപ്പം എത്രത്തോളം മാറിയണമെന്ന് വേറെ കാര്യം. അപ്പോൾ ആ ഒരു സാധനം ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഓരോ ഏരിയകളിലുള്ള ലീഡേഴ്സ്, അത് ചിലപ്പം സാമുദായിക ആൾക്കാരായിരിക്കാം, പൊളിറ്റിക്കൽ പല രീതിയിലുള്ള ആളുകളുണ്ടാവും. ഇപ്പം ഒരു വിഷൻ ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഉറച്ച് വിശ്വസിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ കമ്പനി ആണെങ്കിൽ പോലും ആ കമ്പനിയിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആൾ ഒരു ലീഡറാണല്ലോ. അപ്പോൾ ആ ലീഡറുടെ ഒരു വിഷൻ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പം അടുത്ത് ഈ ന്യൂട്ടെല്ല പോലെയുള്ള ഈ ഫെററോ റോഷറൊക്കെ പോലെയുള്ള കമ്പനികളുടെ ഒക്കെ ഒരു സ്ഥാപനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷനിൽ ഭയങ്കര കമ്മിറ്റഡ് ആണ്. 70 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 70 വർഷം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, മീഡിയയിൽ അപ്പിയർ ചെയ്തിട്ടില്ല. കാരണം അത്രയും കമ്മിറ്റഡ് ആണ്. കാരണം അത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ആസ്പെക്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ്, അതല്ലാതെ അയാളെ പിൻപറ്റുക എന്നുള്ളതല്ല. ലീഡേഴ്സിൻ്റെ എന്താ ലീഡേഴ്സിന് ഉണ്ടാകുന്ന 3 ഏരിയ പോയിന്റേഴ്സിനെ കുറിച്ച് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഇതിൽ പറയുന്നുണ്ട്, ഒരു ടോക്കിൽ പറയുന്നുണ്ട്. അതിലൊന്ന് നേരത്തെ ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ പീപ്പിളെ മാനേജ് ചെയ്യുക എന്നുള്ളത്, അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിൽ നമ്മളെ സ്വന്തത്തെ മാനേജ് ചെയ്യുക, നമ്മുടെ ഈഗോയെ ബ്രേക്ക് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര കൺസേൺ അല്ലേ. അപ്പോൾ പല സെൻസിലും പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിൽ വരുന്നതാണ് വിഷൻ ഉണ്ടാവുക. ഇപ്പോൾ എന്താ ഒരു ലീഡർ ആവുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം എനിക്ക് ഭയങ്കര രസമായി തോന്നി. ലീഡർ ആവുക എന്ന് പറഞ്ഞാൽ ഒരു ജിക്സോ, ഇപ്പോൾ 1000 ആളുകളുണ്ട്, 1000 ആളുകളുടെ അടുത്ത് ഓരോ പസിലുണ്ട്, പസിലിൽ ഓരോ പീസുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിതിൽ എവിടെ എൻ്റെ പീസ് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഒരു ലീഡർ നിന്നിട്ട് നമുക്ക് ഈ പസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പിക്ചർ, ആ പിക്ചർ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ മുമ്പിൽ ഉണ്ടാവേണ്ട സാധനം എന്ന് നമുക്ക് കാണിച്ചു തന്നാൽ ഓരോരുത്തർക്കും ഓക്കെ ഞാൻ അതിലെവിടെയാണ്, എൻ്റെ പൊസിഷൻ എന്താണ്, എൻ്റെ പ്ലേസ് എന്താണെന്ന് നമുക്ക് തിരിയും. അപ്പോൾ ഇതാണ് ഒരു ലീഡർ ചെയ്യേണ്ട പണി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ 3 പോയിന്റ്സാണ്. ഒന്ന് പീപ്പിളെ മാനേജ് ചെയ്യുക, ഒന്ന് വിഷൻ ഉണ്ടാവുക, പിന്നെ അതിൽ പാഷൻ ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലീഡർഷിപ്പ് ചാലഞ്ച്, അത് ഭയങ്കര രസമുള്ള പുസ്തകമാണ്. അത് 87 തുടങ്ങുന്നത്, എഴുതി തുടങ്ങുന്നത് 2 ആളുകൾ. എന്തെന്ന് പറയുക പേര് ഒരു ജിം ക്യൂസസും ജാരി പോസ്നർ. ജാരി കൂസസും പോസ്നറും 2 ആളും കൂടി. അപ്പോൾ 87 എഴുതി തുടങ്ങിയിട്ട് അതൊരു എന്താണ് റിസർച്ച് പോലെയാണ്. 2023 അതിൻ്റെ 7ാമത്തെ എഡിഷൻ ഇറങ്ങി. അതായത് അപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ബുക്കിൽ ഇത്ര ഉള്ളൂ, ലീഡർഷിപ്പിൻ്റെ 5 ക്വാളിറ്റീസിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ലീഡറിന് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലീഡറെ കണ്ടു, ആ ലീഡറിൽ നമ്മൾ തിരയേണ്ട 5 ക്വാളിറ്റീനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്കതിൽ രസമായി തോന്നിയത് വെച്ചാൽ ഓരത് ഇത്ര ഇപ്പോൾ 30 കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 മില്യൺ ആളുകളെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതാണ്. ആ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളോടൊക്കെ ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് വളരെ വില്ലിംഗ്ലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി എന്താണ്? എല്ലാവരോടും അതാ ചോദിക്കുന്നത്, അപ്പോൾ പല ചോദ്യങ്ങൾ ഒരു പറയുന്നുണ്ട്. ഒരു ഇത് സോർട്ട് ചെയ്യുമ്പോൾ 255ഓളം ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ സിനോണിംസ് ആയിരിക്കും. അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഇതിങ്ങനെ ഒരു ഗ്രാഫ് പോലെ പഠിക്കുക, സർവേ പോലെ പഠിക്കുകയാണ്. അപ്പോൾ ഇതിൽ അന്ന് മുതൽ 87 മുതലുള്ള പഠനത്തിൽ ഇപ്പോഴും അതിലെപ്പോഴും ഫസ്റ്റായി നിൽക്കുന്ന ഒറ്റ ക്വാളിറ്റി ഉണ്ട്, ക്രെഡിബിലിറ്റിയാണ്. ക്രെഡിബിലിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓൺ ലീഡർഷിപ്പ്. ഒരു ഗൂഗിളിൽ വന്ന ടോക്സ് ഓൺ ഗൂഗിൾ പറഞ്ഞാൽ ഇതിൽ കോസ്നർ ഒരു ലെക്ചർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂപ്പര് പറയുന്ന സാധനം ക്രെഡിബിലിറ്റിയാണ് ബേസിക്. ക്രെഡിബിലിറ്റി ഇല്ലാതെ ഒരു ലീഡറിന് ലീഡറാവാൻ കഴിയൂല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ കണക്ട് ചെയ്യാൻ പറ്റി ക്രെഡിബിലിറ്റി പറഞ്ഞാൽ എന്താ, ഒരെന്നെ ആ ചാപ്റ്ററിൽ ക്രെഡിബിലിറ്റിയെ കുറിച്ചുള്ള ചാപ്റ്ററിന് ഒരു വിശദീകരിക്കുന്നുണ്ട്. രസം എന്താ വെച്ചാൽ ഈ പുസ്തകം എഴുതിൻ്റെ ശേഷം ഒരു വേറൊരു പുസ്തകം എഴുതുന്നുണ്ട്, 2ാമത്തെ പുസ്തകം. അത് ലീഡർഷിപ്പിന് പറ്റി തന്നെ ഒരു 2ാമത്തെ പുസ്തകം എഴുതുന്ന ക്രെഡിബിലിറ്റി എന്ന പുസ്തകം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ക്രെഡിബിലിറ്റി എന്നുള്ള സെൻസിൽ. അപ്പോൾ ക്രെഡിബിലിറ്റിക്ക് ഒരു കൊടുക്കുന്ന ഡെഫിനിഷൻ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ട്രസ്റ്റ്വർത്തി എന്നാണ്. അതായത് നമ്മൾ പറയുന്നത് ചെയ്യുക. ഇപ്പോൾ ഒരാളൊരു വാഗ്ദാനം നൽകുകയാണെങ്കിൽ അതിനുണ്ടാവും. ഇപ്പോൾ ഒരു സാധനം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു വിഷയം പറയണം നിങ്ങളോട്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ആ വിഷയത്തിൽ എനിക്ക് പാഷനും ഉണ്ടാവണം, ഞാൻ പാഷനേറ്റ് ആവണം, നമുക്കൊരു കിനാവ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു അങ്ങനെയല്ലല്ലോ, നമുക്കതിൽ നമ്മൾ പാഷനേറ്റ് ആവണം, നമ്മളതിൽ അത്ര ഇൻവെസ്റ്റഡ് ആയിരിക്കണം, എന്നാലേ ആളുകൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവുള്ളൂ. ആ ക്രെഡിബിലിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഫാക്ടർ. അപ്പോൾ നമ്മളിങ്ങനെ ചരിത്രം എടുത്ത് നോക്കിയാൽ റസൂലിനെ വിളിച്ചിരുന്നത് സ്വാദിഖുൽ അമീൻ എന്നാണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ?
ക്രെഡിബിളാ വിശ്വസ്തനായ മനുഷ്യനാണ്. അപ്പോൾ താരിഖ് സുവൈദാൻ ഒരു എപ്പിസോഡിൽ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, അതായത് നമ്മളിങ്ങനെ ചരിത്രത്തെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പലതും വളരെ എന്താ ഒരു സ്റ്റോറി മൂഡിലാണല്ലോ നമ്മളെപ്പോഴും സീറ എല്ലാം ചരിത്രത്തൊക്കെ കാണാം. പക്ഷെ എല്ലാത്തിനും ഒരു വേറെ മീനിങ് ഉണ്ടാവും അതിന്. അപ്പോൾ ഈ സാദിഖുൽ അമീൻ എന്നൊക്കെ ഉള്ളത് എന്താണ്, നമ്മൾ സാധാ വിശ്വസ്തനായിരുന്നു, അല്ലമീനായിരുന്നു റസൂൽ എന്നൊക്കെ പറയുമ്പോഴും അതായത് ഒരു ലീഡറിൻ്റെ ബേസിക് ക്വാളിറ്റിയാണ് റസൂലിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഈ റസൂലാവുന്നതിന് മുമ്പേ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു സാധനം, വെറുതെ വിളിച്ചതല്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മോറലായിട്ടുള്ള ഗൈഡ്, ഏറ്റവും ഉന്നതയിലുള്ള ഗൈഡ് എപ്പിസോഡിന്റെ ഏറ്റവും വലിയൊരു പോയിന്റും അതായിരിക്കും. നബിയെ പഠിക്കുക അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി പഠിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു ആസ്പെക്ട്. കാരണം നമ്മുടെ ബേസിക് അതാണ്, ബേസ് അതാണ്. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ബേസ്. അപ്പം അതിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് ഇറങ്ങുന്ന ഇപ്പം എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണ്ടർസ്റ്റാൻഡിങ്ങുകളിൽ പലതും ഈ അർത്ഥത്തിൽ വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ വല്ലാഹ് ഖൻഫർ, നേരത്തെ പറഞ്ഞ വല്ലാഹ് ഖൻഫറിൻ്റെ ഒക്കെ പുസ്തകം റബിയുൽ അവ്വൽ. അപ്പോൾ ആ പുസ്തകം ഒരു സീറാണ് ബേസിക്കലി. ആ സീറ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ പൊതുവേ നബി മദീനയിലേക്ക് പോയി, മക്കയിൽ നിൽക്കാൻ പറ്റാത്ത സമയത്ത് മദീനയിലേക്ക് പോയി, മദീനയിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുന്ന സമയത്ത് യുദ്ധം ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചരിത്രത്തെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ പോയിന്റും നബി ഒരു സംഘത്തെ അയക്കുന്നു. ആ സംഘത്തെ വെറുതെ ഒരു യുദ്ധത്തിന് വേണ്ടി അയക്കല്ല. കുറച്ച് ആളുകളെ ഒരു കാര്യം നോക്കാൻ പറഞ്ഞയക്കുന്നു, അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ഏൽപ്പിക്കുന്നു. ഒരു സഹാബിയെ സഫീറായിട്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു സാധനത്തിന് വേണ്ടി മദീനയിലേക്ക് അയക്കുന്നു. അങ്ങനെ ഓരോ ആസ്പെക്റ്റുകളിലും ഈ ഒരു സ്ട്രാറ്റജിക്കൽ പോയിന്റ് ഉണ്ട് എന്ന് മൂപ്പർ പറയുന്നുണ്ട്. അതിന് തെളിവായിട്ട് മൂപ്പർ പ്രിഫേസിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു നാഷൻ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളെ പേരിലേക്കും, പലപ്പോഴും പല സന്ദർഭത്തിലും ഒരു എംപയർ, ഒരു നാഷന് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ സിമ്പിൾ അതിൻ്റെ ഒക്കെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ പേർഷ്യൻ എംപയർ എടുത്തു നോക്കിയാൽ ഡാരിയസ് ഉണ്ട്, മെക്കഡോണിയൻ എംപയർ എടുത്തു നോക്കിയാൽ അലക്സാണ്ടർ ഉണ്ട്, റോമൻ എംപയർ എടുത്തു നോക്കിയാൽ ജൂലിയസ് സീസർ ഉണ്ട്, അതേപോലെ ബൈസാനിഡ് എംപയർ എടുത്തു നോക്കിയാൽ ജസ്റ്റീനിയൻ ഉണ്ട്. അങ്ങനെ ഓരോ എംപയറിലും ഓരോ നേതാക്കന്മാർ അതിൻ്റെ സിമ്പിളായിട്ടുണ്ടാവും. പക്ഷേ ഇവരൊക്കെ ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കോൺകറിങ് ആയിരിക്കും. ആ കോൺകറിങ് എന്താണ്, അത് അവരുടെ മെയിൻ പോയിന്റ് എന്താണ്, ഒന്നെങ്കിൽ വെൽത്ത് ആയിരിക്കും, അല്ലെങ്കിൽ കുറേ ലാൻഡ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് ആസ്പെക്റ്റുകൾ, മിലിറ്ററി, ഇതൊക്കെ ആയിരിക്കും ഓരോ മെയിൻ അവരെ ഓർക്കാനുള്ള കാരണം. ഇതൊക്കെ മാറ്റി വെച്ച് നബി കോൺകർ ചെയ്യുന്നുണ്ട്. നബി ഒരുപാട് ഇതിനെക്കാളും ഇരട്ടിയിലധികം സ്പീഡിൽ കോൺകർ ചെയ്യുന്നുണ്ട് ലാൻഡുകൾ. പക്ഷേ നബിയെ ഓർക്കപ്പെടുന്നത് നബി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച ലാൻഡുകളുടെ പേരിലോ, നബി കൂട്ടിപ്പിടിച്ച സ്വത്തിൻ്റെ പേരിലോ, നബി കൂട്ടിപ്പിടിച്ച ആ ഒരു സൈന്യത്തിൻ്റെ പേരിലോ ഒന്നുമല്ല. നബി ആ മോറലിൻ്റെ പേരിൽ, നബി പങ്കുവെച്ച ആ ഒരു ആശയത്തിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ആസ്പെക്റ്റുകളിലും ഇത്തരത്തിൽ ലീഡർഷിപ്പിനുള്ള പോയിന്റുകളുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു, ക്രെഡിബിലിറ്റി എന്ന പോയിന്റ് നോക്കുക മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നബിൻ്റെ ഓരോ ആസ്പെക്റ്റിലും നബിയെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിൽ നബി അത് കൺവിൻസ് ചെയ്യും. നബി അത്രയും ക്രൂശിക്കപ്പെടുന്ന സമയത്ത് പോലും പണയം വെക്കുന്ന റസൂലിൻ്റെ വീട്ടിലാണല്ലോ. റസൂലിന് ആ മദീനയ്ക്ക് ഹിജ്റക്ക് പോകുന്ന സന്ദർഭത്തിലും ആ കഥ പറയുന്നത്. അപ്പോൾ റസൂല് നമ്മൾ പറയുന്ന വിശ്വാസത്തിനൊക്കെ എതിരാണ് എന്ന് അതിന് ശേഷം എന്താണ് റസൂലിൻ്റെ അടുത്ത് കൊടുക്കണമെങ്കിൽ അമീനാണ് എന്നുള്ളത് വിശ്വസ്തനായോണ്ടാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, റസൂല് ചെറുപ്പം മുതലേ ലീഡറാണോ അതോ വഹി ഇറങ്ങിയതിന് ശേഷമാണോ റസൂൽ അങ്ങനെ ഒരു പരിവേഷത്തിലേക്ക് ലീഡർഷിപ്പ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത്? ചെറുപ്പം മുതലേ ആയിട്ടാണ് വളർന്നതാണ് എനിക്കിങ്ങനെ തോന്നിയത്. ഓരോ കഥകളിലും അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനായിട്ട് വളർത്തി വന്നിട്ടുള്ള ഒരു പ്രതിഭാസം പോലെ. പിന്നെ മാത്രമല്ല, പിന്നെ ഖുറൈശി ഗോത്രമാണല്ലോ. അപ്പൊ ഖുറൈശി ഗോത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഇതും കൂടിയാണ്. അപ്പൊ ഫാമിലി എന്നുള്ള ഇമ്പോൺ ആയിട്ട് തന്നെ വരുന്നതാണ്. ലീഡർഷിപ്പിന് ഏറ്റവും ഒരാൾ ലീഡർ ആവാനുള്ള ഏറ്റവും നല്ല ഗുണം താരിഖ് സുവൈദാൻ പറയുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെറുപ്പം മുതലേ ഒരേ ലീഡറാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ലീഡർമാരെ കണ്ട് വളരാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലിൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അബ്ദുൽ മുത്തലിബ് ഓരോ കൂടെയാണ് റസൂൽ, അബൂ താലിബ് ഓരോ കൂടെയാണ് റസൂൽ ചെറുപ്പം മുതലേ ഉള്ളത്. ഒരു കഥ റസൂല് യത്തീമായതുകൊണ്ട് തന്നെ അവരൊക്കെ റസൂലിന് നല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല കെയർ കൊടുത്തിരുന്നു. ഒരു കഥ ഉണ്ട്, അന്ന് കുറേ ഗോത്രങ്ങളാണല്ലോ. അപ്പോൾ അതിൽ ഓരോ ഗോത്രത്തിൻ്റെ തലവന്മാർ വന്നതിന് ശേഷം ആ ഗോത്രത്തിലെ ബാക്കി ആളുകളൊക്കെ ഓർക്ക് ഓരോ ഇരിപ്പിടാണ്, ഓരോ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവർ മീറ്റിംഗ് കൂടാൻ, അപ്പോൾ ആ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാൻ ഓരോരുത്തരുടെ ഗോത്ര തലവന്മാർ വന്നാലേ ബാക്കിയുള്ളവർ ഇരിക്കുള്ളൂ ആ കാർപ്പറ്റിൽ. അപ്പോൾ അബ്ദുൽ മുത്തലിബ് വരാൻ വേണ്ടിയിട്ട് ഖുറൈശി ഗോത്രത്തിലെല്ലാവരും ഇങ്ങനെ കാത്തുക്കും. പക്ഷെ അന്ന് റസൂൽ ചെറുതാ, റസൂൽ എന്താ കയറിയാണ്ട് ഇരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ വലിച്ചിടും, ആപ്പാരൊക്കെ വലിച്ചിടും, ഇരിക്കില്ലേ മെയിൻ ആൾ വരണ്ടേ എന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എപ്പോഴും റസൂലിൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇങ്ങനെ കയറിയിരിക്കല. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ വലിച്ചിടുന്നത് ആരും കണ്ടു,
അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കണ്ടു, എന്നിട്ട് പറഞ്ഞ് അത് ചെയ്യരുത്, ഓ നാളെ നമ്മളെ ലീഡർ ആവാനുള്ള ആളാണ്, നാളെ ഈ ലോകത്തെ മുഴുവൻ എഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നിങ്ങനെ. അപ്പം റസൂൽ അതിന് ശേഷം അന്ന് മുതലേ റസൂൽ ഇവരുടെ കൂടെ മീറ്റിങ്ങുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ, മക്ക എന്ന് പറഞ്ഞാൽ എന്താ, അറേബ്യൻ പെനിൻസുലയുടെ ഏറ്റവും വലിയ പവറാണ്, അത്രയും വലിയ കേന്ദ്രം. അപ്പോൾ ആരൊക്കെ വരും, ആരൊക്കെ വന്ന് അബ്ദുൽ മുത്തലിബിനെ കാണുന്നുണ്ടാവും, ലീഡേഴ്സാണല്ലോ വരിക. അപ്പോൾ അവരോടൊക്കെ ഉള്ള സംസാരവും അതൊക്കെ ആരാ വാച്ച് ചെയ്യുന്നത്, റസൂൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, ഓക്കെ റസൂൽ അപ്പോൾ മുതലേ ലീഡറാണെന്നുള്ളത്. എനിക്ക് സീരീസിന്റെ ഒരു മെയിൻ സാധനം നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്, നല്ല രസമാവും. ഐ മീൻ ഓരോ ആസ്പെക്റ്റും നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റിയാൽ ഇതിനായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മദീനയിൽ ആ ഒരു സംഭവം, ഒരു വീടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കിയത് ഇതിനായിരുന്നു എന്ന് വിശദീകരിക്കാൻ പറ്റുമ്പോൾ ഭയങ്കര രസമുണ്ടാകും. ഫ്യൂച്ചറിൽ നമ്മൾ മക്കം വിജയത്തിന്റെ സമയത്തൊക്കെ, ഫത്തഹിന്റെ സമയത്തൊക്കെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നേരിടുന്നത്, സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഒരു ലീഡർ എങ്ങനെയാണ് പല സാഹചര്യങ്ങളിൽ വർത്തിക്കണം എന്നൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ നല്ല രസം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു ഏരിയ ആക്കി എടുക്കാം. ഒരുപാട് സാധനമുണ്ട്. ഈ പ്രൊഫറ്റിക് ലീഡർഷിപ്പിനെ കുറിച്ച് റോയ് കസാൻഡർ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. മൂപ്പര് ഭയങ്കര ഹിസ്റ്റോറിയനാണ്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അവരുടെ IQ ലെവലോ അവരുടെ പ്രിവിലേജോ അവരുടെ ടൈറ്റിലോ ഒന്നുമല്ല, അവരുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഒരാൾ ബ്രില്യൻ്റ് ആവുക എന്നുള്ളതല്ല, ആ ബ്രില്യൻസി, അയാളുടെ വിഷൻ അത് ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക, ആ വിഷൻ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകയും അവരെ കൊണ്ട് ആ സാധനം ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി. ആ മറ്റേ ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് ചലഞ്ചിൽ പറയുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് എടുത്ത് പറയുമ്പോഴും ഏകദേശം കണ്ട എല്ലാ പോഡ്കാസ്റ്റുകളിലാവട്ടെ പുസ്തകങ്ങളിലാവട്ടെ എല്ലാത്തിലും വരുന്ന ഒരു കോമൺ തീം ഇതാ, ഒരാളുടെ വിഷൻ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ച് അവരതേപോലെ പണിയെടുപ്പിക്കാൻ പറ്റുക. ഇപ്പോൾ റസൂലിൻ്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ എല്ലപ്പോഴും ആ സാധനം ഇങ്ങനെ കാണാൻ കഴിയും. റസൂലിൻ്റെ സ്വഹാബത്താവട്ടെ, റസൂൽ മരിച്ചതിന് ശേഷവും റസൂൽ എന്താണോ പറഞ്ഞിരുന്നത് അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ആ ചരിത്രം എടുത്തു നോക്കിയാൽ, അതായത് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഹിജറ പോകുന്നു, നാട് വിട്ടു പോകുന്നു, സ്വന്തം ജനിച്ചു കൂടെ നാട് വിട്ടു പോകുന്നു, അവിടുന്ന് വെറും 8 കൊല്ലം കഴിയുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്, അങ്ങനെയും ആക്രമിക്കപ്പെട്ടാനായി മദുലൂമായി പോയ റസൂല് 8 കൊല്ലത്തിൻ്റെ ഇടയിൽ തിരിച്ചു വരുന്നത് 10,000 സൈന്യം കൊണ്ടാണ്. ഞാൻ എപ്പോഴും കൗതുകമാണ്, ഒരാൾക്ക് ലോകത്ത് ഭയങ്കര ശത്രുക്കൾ എപ്പോഴും അസൂയ ചെയ്യുന്നൊരു സാധനമാണ്. നബിയെ തൻ്റെ സ്വഹാബാക്കൾ പിൻപറ്റുന്നത് പോലെ വേറൊരാരെയും പിൻപറ്റുന്നത് കണ്ടിട്ടില്ല എന്ന് പല ആൾക്കാരും ശത്രുക്കൾ പോലും പറയാറുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം സ്വഹാബാക്കൾ എത്ര ഒരുപാട് കാലത്തോളം സ്വഹാബാക്കളുടെ ഒരുപാട് ലെഗസി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇത് എത്രത്തോളം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു അസർ വലുതായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശരിക്കും എന്താണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ആലോചിച്ചത് എന്ന് വെച്ചാൽ അവിടെ ശരിക്കും ലീഡേഴ്സിന് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലരും ലീഡറിൻ്റെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ദേ ആർ മേക്കിംഗ് എന്താണ് ലീഡേഴ്സ് നോട്ട് ഫോളോവേഴ്സ്. അപ്പോൾ ഓരെന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താണ് ലീഡർമാരെയാണ് ഉണ്ടാക്കുന്നത്. പ്രാക്ടിക്കലി ഭയങ്കര എക്സാമ്പിൾസ് ഇപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള സാധനം, ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ടുള്ള ഒരു പാട്ടാണ് ഈ മക്കാ ബക്കോർ പറഞ്ഞിട്ട് മിസ് ഉമറിനെ കുറിച്ചുള്ള പാട്ട് ഇങ്ങനെ ട്രെൻഡായി കളിക്കുന്നുണ്ട് റീൽസിലൊക്കെ. മറ്റേ തക്ബീറിൻ ധ്വനി പൊങ്ങും ഇടർക്കളം, ആ പാട്ട് വലിയ അറിയില്ല, പക്ഷെ ആ പാട്ട് ഇങ്ങനെ ഭയങ്കര ട്രെൻഡായിരിക്കും. അപ്പോൾ ആരോന്നിങ്ങനെ അതിൽ മിസ് പ്രധാന്റെ കഥയാണ് പറയുന്നത്. മിസ് പ്രധാനും ഇരിക്കുന്നതും കഫൻ പുടവില്ലാതെ അങ്ങനെയുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറയുന്നതും മിനൽ മുഅ്മിനീൻ അല്ല മറ്റേ ആയത്തിലടാ മിമ്മൻ ഖളാ നഹ്ബഹു മിസ്ബം മിമ്മൻ ഖളാ നഹ്ബഹു എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ ആ പാട്ടിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഐറണിക്കലി മിസ് റളിയല്ലാഹു അൻഹു അറ്റ്മോസ്റ്റ് ഫിഗറാണ്. ഇങ്ങനെ തലത്തിൽ നോക്കുകയാണെങ്കിൽ മദീനയിൽ എത്തുന്നു, മദീന മൊത്തം ഇസ്ലാമിലേക്ക് വരുന്നത് ആര് വഴിയാണ്? മിസ് റളിയല്ലാഹു അൻഹുവിനെ കൺവിൻസിങ് കൊണ്ടാണ്. അപ്പോൾ അതൊരു നേതൃത്വമാണ്. മിസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാം ബൈഹഖിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി നമുക്കൊക്കെ എന്താ പറയുക, ഇതിന് ഭൂമിയിൽ പ്രതിഫലം അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും റിസൾട്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പരലോകത്തെ നമ്മൾ അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ഏതൊരാളാണെങ്കിലും, ഇപ്പോൾ നമ്മൾ അലക്സാണ്ടർ എടുക്കുക, അലക്സാണ്ടറിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന വലിയൊരു ചരിത്രമാണ്. മരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ലോകത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൈ പുറത്തിടാനൊക്കെ പറയുന്ന ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ എഫേർട്ടിനൊക്കെ വലിയൊരു പ്രതിഫലം ബാക്കി കിടക്കുന്നുണ്ട്. അതേപോലെ ഇന്ന് ഷഹീദായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടാവും, ഈ അടുത്ത സമീപകാലത്ത് ഷഹീദായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടാവും. ഇവരുടെ ഒക്കെ ഒരു അറ്റ്മോസ്റ്റ്
പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ പരലോകത്തിലുള്ള പ്രതീക്ഷയാണ്. പരലോകത്തിലുള്ള ഒരു സുഖങ്ങളും പരലോകത്തിലുള്ള സൗഖ്യങ്ങളുമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. മിസ്ബാഹ് റളിയല്ലാഹു അൻഹു അർത്ഥത്തിൽ എന്തായിരിക്കും കിട്ടുക എന്നുള്ളത് ബൈഹഖി ഇമാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ത്രാസ് തൂക്കുമ്പോൾ മദീന ആയിരിക്കും അവിടെ ത്രാസിലുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ലീഡർ എന്തൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ നന്മകൾ ഇങ്ങനെ തൂക്കുക എന്ന് വിചാരിച്ചോളൂ. മിസ്ബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ത്രാസ് ഇങ്ങനെ തൂക്കാൻ ശ്രമിക്കുമ്പോൾ മദീന ആ കനത്തിലായിട്ട് വെക്കും. അപ്പോൾ ആ ഒരു എഫക്റ്റ് നിങ്ങൾ ആലോചിക്കുക. അപ്പം ലീഡർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ഇതും കൂടിയാണ് ലഭിക്കുന്നത്. നമ്മളൊരു സാധനം ഐഡിയ വിഷൻ അത്രയും കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അതുവഴി ഒരുപാട് ആളുകൾ ഹിദായത്ത് ലഭിച്ചു എന്ന് പറയുന്നത് വെറുതെ നമ്മളൊരു ലെഗസി കീപ്പ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു സാധനം ബിൽഡ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ആണ് പേരും പ്രശസ്തിയും ആ പവർ ഒക്കെ ഒന്നല്ല. നമുക്ക് ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകണം. അത് എന്താണ്, ജീവിതം ഭയങ്കര ചെറുതാണ്. നമുക്ക് ഒരു മനുഷ്യന് വളരെ കുറച്ച് കാലമല്ലേ ഒരാൾ ജീവിക്കുന്നുള്ളൂ. ഒരു മനുഷ്യന് ആ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വളരെ ചെറുതാണ്. അപ്പോൾ ആണെങ്കിൽ ഒരാൾക്ക് തീരുമാനിക്കാം. ലീഡർഷിപ്പ് പറഞ്ഞാൽ സത്യമാണ്, നല്ല ഇടങ്ങാറല്ലേ ബാക്കിയുള്ളവരെ മെയിൻറ്റെയിൻ ചെയ്യുക. റസൂലെ നോക്ക്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതിലൊക്കെ റസൂൽ ഇടപെടുന്നുണ്ട്. വലിയ ഭയങ്കര ലീഡർ. അതായത് ഒരു കഥ ഉണ്ട്, സുബൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഇടക്കാണല്ലോ മഴ പെയ്യുക. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല പെയ്ത്തായിരിക്കും. അപ്പോൾ അവർക്ക് കൃഷിയിടങ്ങൾക്കൊക്കെ ഉള്ളത് ആ ഒറ്റ മഴയായിരിക്കും. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു ഒരു തോട്ടമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു തോട്ടമുണ്ട്. അത് ഒരു അൻസാരിൻ്റെ തോന്നുന്നു. അങ്ങനെ മഴ വന്നപ്പോൾ കുറച്ചും കൂടി ഹൈ ലെവലിലാണ് സുബൈറിൻ്റെ തോട്ടമുള്ളത്. അപ്പോൾ മഴ വന്നപ്പോൾ എന്ത് ചെയ്തു, അവിടെ വലിയ കുഴിയൊക്കെ കുഴിച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് മഴയൊക്കെ അവിടെ നിർത്തി. അത് ചാലിട്ടിട്ട് അടിയിലേക്ക് ഇറക്കി കൊണ്ടുപോകണമല്ലോ വേണ്ടത്. അപ്പം എന്ത് ചെയ്തു, അൻസാരി റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, എന്താണ് റസൂലെ, എനിക്ക് വെള്ളമില്ല, ആകെ ഒരു മഴ പെയ്യുന്നു, ഒന്ന് ഇതാക്കണം. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബൈറെ, എനിക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് ഓന് ബാക്കി കൊടുത്തൂടെ? അപ്പോൾ സുബൈർ തിരിച്ചു ചോദിച്ച്, ഇത് നിങ്ങളുടെ ഓർഡറാണോ അതോ നിങ്ങളുടെ ഉപദേശമാണോ? നിങ്ങൾ റസൂല് നേതാവ് എൻ്റെ ലീഡർ എന്നുള്ള ആൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യണോ അത് നിങ്ങൾ ഉപദേശിക്കണോ? അപ്പോൾ റസൂൽ പറഞ്ഞു, ഞാൻ എന്നെ ഉപദേശിക്കുകയാണ്, എനിക്ക് ആവശ്യമുള്ള വെച്ചിട്ട് ബാക്കി കൊടുത്തൂടെ, ഓനും വെള്ളം വേണ്ടേ? അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കൂല. അപ്പോൾ റസൂൽ പറഞ്ഞു, നോക്കെ ഞാൻ ഓർഡർ ചെയ്യാണ്, ഒരു പനൻ്റെ വലുപ്പത്തിലുള്ള കുഴി എനിക്ക് കുഴിക്കുക, അതിലുള്ള വെള്ളം വെച്ചിട്ട് ബാക്കി കൊടുക്കണമാണ്. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു അത് കേട്ടു. അപ്പോൾ അതായത് നല്ല റിസ്ക്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് മുതൽ വലിയ പേർഷ്യനെയും അന്നത്തെ ഏറ്റവും വലിയ ലോകത്തിലെ എംപയർ ആയിട്ടുള്ള കിസ്രയും കൈസറും കീഴടക്കണം എന്ന് അത്ര വിഷനറി ആയിട്ട് വെക്കുന്ന റസൂലും ഇത്ര ചെറിയ കാര്യങ്ങളിൽ വരെ എനിക്ക് തോന്നിയ സാധനം എൻ്റെ ചെറിയ അനുഭവത്തിലേ പറയാം. നമുക്കിങ്ങനെ വലിയ വിഷയം ഉണ്ടാവും, പക്ഷേ അതിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചൊറകളായിരിക്കും എപ്പോഴും ഉണ്ടാവും. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പരിഹരിക്കാൻ ഉണ്ടാവുക. അപ്പോൾ അത്രയും ത്യാഗമുള്ള സംഭവമാണ്. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കും, ഓക്കെ ലൈഫ് വളരെ ചെറുതാണ്, ഇങ്ങനെ സംഘടന അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ലീഡർഷിപ്പ് നമ്മളെ തന്നെ തലവേദനയും ഡ്രെയിനും ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ വിട്ട് നിൽക്കുക. നമുക്ക് ഭയങ്കര സെൽഫായിട്ടുള്ള ജീവിതം, എൻ്റെ കുടുംബം, ഞാൻ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി വലുതായി, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കാന്ന് ഒരാൾക്ക് വേണ്ടി തീരുമാനിക്കുക. അതിൻ്റെ അപ്പുറം നമ്മളെന്തിനാ അങ്ങനെ ഒരു ത്യാഗം, ഒരു വിശ്വാസം എടുക്കുന്നത്? ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തി, നമ്മളൊക്കെ നേതാക്കന്മാരാണ് റസൂലിൻ്റെ ആ ബാക്കിയിട്ടൊറ്റ വർത്തമാനമാണ്. അതിൻ്റെ അപ്പുറം ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹസനാത്തുകളുടെ അളവ് അത്രയും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹസനാത്ത് തീർന്ന്, എൻ്റെ അമല് കഴിഞ്ഞില്ലേ, എൻ്റെ ആക്ഷൻസ് കഴിഞ്ഞില്ല മരിച്ചോട് കൂടിയിട്ട്. അപ്പോൾ എങ്ങനെ അത് മരിച്ചു കഴിഞ്ഞാലും എനിക്കിങ്ങനെ കൂട്ടാൻ കഴിയുക? അത് റസൂല് പറഞ്ഞ ഹദീസാണ്, 3 കാര്യങ്ങളേ ഉള്ളൂ, മക്കളുണ്ടാവുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നത് എന്താ, ഇൽമുൻ യുന്തഫഉ ബിഹി, നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എഫേർട്ട് ഇവിടെ മാറ്റി വെക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങളെ ഹസനാത്തിന് പിന്നെ ഇങ്ങനെ നിങ്ങളെ മരണത്തിന് ശേഷവും കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെന്തിനാണ് ഈ പണിയെടുക്കുക അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നുള്ള ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തന്നെ മർമ്മം എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമ്മളെന്തിനാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്? നമ്മളെന്തിനാണ് മുമ്പുള്ള ലീഡർമാരെ പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഇൻസൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നമ്മളൊരു സീരീസിൽ തോന്നുന്നു വളരെ വെറൈറ്റി ഓഫ് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു കപ്പാസിറ്റിയോ അല്ലെങ്കിൽ നമ്മളൊരു ചിന്താപരിമിതിയൊക്കെ വളരെ കുറവായിരിക്കും, പക്ഷെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. കുറെ ആൾക്കാരെ മനസ്സിലുണ്ട്, പക്ഷെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യാം കമന്റിൽ. അതിൽ ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നെഹ്റുവിനെ ഞാൻ ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് വായിച്ച പുസ്തകങ്ങളിൽ ഒന്ന് ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. എനിക്ക് തോന്നുന്നത് ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള പുസ്തകവും അതേപോലെ തന്നെ നമ്മുടെ
മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഇവർ രണ്ടാളെയും പുസ്തകങ്ങളാണ് ഞാൻ ഫസ്റ്റ് വായിച്ച പുസ്തകങ്ങളിൽ. നേതാക്കന്മാർ എന്നുള്ള നിലക്ക് അതിന്റെ മുമ്പ് എനിക്ക് തോന്നുന്നുണ്ട് കുറെ മുൻപുള്ള നേതാക്കന്മാരുടെ ചരിത്രം ഏതെങ്കിലും ചരിത്രപ്രധാനമായ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അതുപോലെ ഇപ്പോഴത്തെ കറന്റ് ലീഡേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അതൊക്കെ ഭയങ്കര രസമാവും ആ ഒരു സീരീസിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എനിക്ക് വളരെ ചെറുപ്പത്തിൽ കുറെ മുമ്പ് വായിച്ചാണ്. പക്ഷെ എന്നാലും അതിങ്ങനെ ഓരോ ട്രേഡ്സ് കാണുമ്പോൾ ഓല് അന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെങ്ങനെ അസസ് ചെയ്യല്ലേ. ഇപ്പോൾ ഒരാളൊരു ഇപ്പോൾ അടുത്ത് VD സതീശൻ ഒരു പോഡ്കാസ്റ്റ് വന്നിരുന്നു, ഭയങ്കര രസം സംസാരിക്കുന്ന. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാലം ഇങ്ങനെ TV-യിലും വാർത്തയിലും പ്രശ്നങ്ങളിലും ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യന് വളരെ കൂളായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തലങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇപ്പം ഇതേപോലെ ഇപ്പം പറഞ്ഞ പോലെ TV-യിലൊക്കെ കാണുന്നത്, പക്ഷേ ഓൽക്ക് ഓരോ മനസ്സിൽ കുറേ വിഷനറി കാര്യങ്ങളുണ്ടാവും. ഓല് എന്താണ് ഇപ്പം കേരളമാണ് കേരളത്തെ കാണുന്നത്, അല്ല ഇന്ത്യയാണ് ഇന്ത്യനെ കാണുന്നത്, അല്ല ആളുകളായിട്ട് എങ്ങനെ ഇടപഴകണം എന്ന് കാണിക്കുന്ന ഓലൊരു വിഷൻ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ മറ്റേന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ കാണുള്ളൂ. അപ്പം എന്താണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ അതും കൂടി ആ ഒരു വിഷനറി സാധനങ്ങളൊക്കെ കൂടി പുറത്തെത്തിക്കാൻ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ഒരു മാസം ഒരു എപ്പിസോഡ് അല്ലേ അത് എന്തായാലും ഒരു എൻഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കില്ല. ഐ മീൻ നമ്മളിങ്ങനെ ഒരു കൊല്ലത്തിലേക്ക് 12 ആളെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്ന രീതി ആയിരിക്കില്ല. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാരെ തുടർന്നുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്യാം. പറ്റുന്ന സമയത്തൊക്കെ നമ്മളും ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ആസ്പെക്റ്റുകൾ നോക്കാൻ ശ്രമിക്കാം. അവസാനിപ്പിക്കാം.